Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ ആണ്. നമ്മൾ ക്ലാസ് 11ൽ ഓൾറെഡി നമ്മൾ പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളും അതിന്റെ ക്വസ്റ്റ്യൻസുകളും സോൾവ് ചെയ്തവരാണ് അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ 12ൽ വരുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലും വരുന്ന കോൺസെപ്റ്റ്സ് 11ൽ പഠിച്ച കോൺസെപ്റ്റ്സിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമ്മൾ 11ൽ എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പഠിച്ചു അല്ലേ? എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? an experiment is said to be random experiment if it has more than one possible outcomes അല്ലേ? ഒന്നിലധികം റിസൾട്ട്സുകൾ ഉണ്ടായിരിക്കണം, ഔട്ട്കംസുകൾ ഉണ്ടായിരിക്കണം, ആൻഡ് ഇറ്റ് cannot be predict the outcomes in advance അല്ലേ? നമുക്ക് ഏത് റിസൾട്ട്സ് ആണ് കിട്ടുക എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേ കിട്ടും നമുക്ക് ഷുവറിറ്റിയോട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത്തരം എക്സ്പെരിമെന്റ്സുകളാണ് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. കോയിൻ ടോസ് ചെയ്യുന്നത്, അതേപോലെ ത്രോയിങ് എ ഡൈസ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസുകളാണ്, റാൻഡം എക്സ്പെരിമെന്റ് ആണ് അല്ലേ? ആ റാൻഡം എക്സ്പെരിമെന്റ് റിസൾട്ട്സുകളെയാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഔട്ട്കംസ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ആ ഔട്ട്കംസിന്റെ സെറ്റിന് നമ്മൾ എന്താ വിളിക്കുക, സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കും. എസ് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ 12ൽ വരുന്ന പ്രോബബിലിറ്റി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്വസ്റ്റ്യൻസിനും അനുബന്ധമായുള്ള തിയറീസുകൾ +1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരികയും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രഷപ്പ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ 12ൽ നമ്മൾ പ്രോബബിലിറ്റി ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടോപ്പിക് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് കൂടെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, എന്താണ് അതിൻ്റെ ഫോർമുലാസ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ഹിയർ ഞാൻ പറഞ്ഞു 12ൽ നമ്മൾ പ്രോബബിലിറ്റി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിലൂടെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാട്ടോ. പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ 11ലെ കോൺസെപ്റ്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തുതരാം, അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ത്രൂ ഔട്ട് ആയിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? ലെറ്റ് ഇ ആൻഡ് എഫ് ആർ ടു ഇവന്റ്സ്. എന്താ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക, ഇവന്റ്സ് എന്ന് വിളിക്കുക അല്ലെ? 11ൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇയും എഫും രണ്ട് ഇവന്റ്സുകളാണെന്ന് വിചാരിക്കുക, അസോസിയേറ്റ് വിത്ത് ദ സെയിം സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. അപ്പോൾ ഒരൊറ്റ സിംഗിൾ റാൻഡം എക്സ്പെരിമെന്റിൽ വരുന്ന രണ്ട് ഇവന്റ്സുകളാണ് ഇയും എഫും എന്ന് പറയുന്നത്. Then the conditional probability of the event E is given that F has already occurred. F എന്ന് പറയുന്ന ഇവന്റ് ഓൾറെഡി ഒക്കേർഡ്, നടന്നു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറയുന്ന ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. ഇത്തരം കേസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ വൺ കണ്ടീഷൻ. അത്രയേ ഉള്ളൂ. ആ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ പറയുന്നുണ്ടല്ലോ, ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടെത്തുകയാണ്. സോ ഇയും എഫും രണ്ട് ഇവന്റ്സുകളാണ് ഓഫ് ദ സെയിം സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് ഇ given that f has already occurred. അപ്പോൾ f എന്ന് പറയുന്ന ഇവന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഇവന്റ് എന്താണ്, ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇ എന്ന് പറഞ്ഞ ഇവന്റ് കണ്ടെത്താനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എഫ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്, ഇ എന്ന് പറഞ്ഞ ഇവന്റ് കണ്ടെത്തണം. അപ്പൊ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പി ഓഫ്, വായിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, എഴുതുന്നത് എങ്ങനെയാണ്, ഇ ഗിവൺ എഫ്. ഈ ഗിവൺ എഫ് എന്നാണ് വായിക്കുക. അതായത് ഉദ്ദേശിക്കുന്നുള്ളൂ, ഇ എന്ന് പറഞ്ഞ ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. എഫ് എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി ഒക്കേർഡ്, നടന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഓൾറെഡി നടന്ന് നമ്മൾ അടിയിലോട്ടാണ് എഴുതുന്നുണ്ടായിരിക്കും കേട്ടോ. ആ ഇവന്റിനെ കണ്ടെത്താണ് നമ്മൾ എന്തുണ്ടായിരിക്കും, ന്യൂമറേറ്ററിൽ എഴുതും. വായിക്കുന്നത് എന്താണ്, പി ഓഫ് ഇ ഗിവൺ എഫ് എന്നാണ് വായിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവന്റ് ഇ നടക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടെത്തണം, എഫ് ഇസ് ഓൾറെഡി ഒക്കേർഡ്. സോ പി ഓഫ് ഇ ഗിവൺ എഫ്, അത് കണ്ടെത്താനുള്ള ഫോർമുലയാണ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. എന്താണ് ഫോർമുല? പി ഓഫ് ഇ ഗിവൺ എഫ് ഇസ് ഈക്വൽസ് ടു പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. സോ പിന്നെ നമുക്കറിയാലോ, ഡിനോമിനേറ്ററിൽ വരുന്നത് 0 ആകാൻ പാടില്ല അല്ലെ? അപ്പൊ പി ഓഫ് എഫ്
നോട്ട് ഇസ് ഈക്വൽസ് ടു 0. അപ്പോൾ പി ഓഫ് ഇ ഗിവൺ എഫ് ഇസ് ഈക്വൽസ് ടു എന്താണ് ഫോർമുല? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പിയും എഫും ഒരൊറ്റ റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ഇവന്റ്സുകളാണ് ഇയും എഫും. എഫ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ to occurring the event E. So P of E given F is equal to P of E intersection F by P of F. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചാപ്റ്റർ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. യെസ്, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പി ഓഫ് ഇ ഗിവൺ എഫ് കണ്ടെത്താനുള്ള ഫോർമുല ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി നമ്പർ 1 എന്താ പറയുന്നത്? ഇയും എഫും രണ്ട് ഇവന്റ്സുകളാണ്, സാമ്പിൾ സ്പേസ് എസ് ആണ്, ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എസ് ഗിവൺ എഫും പി ഓഫ് എഫ് ഗിവൺ എഫും എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു? 1 ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇതാണ് പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത്. പി ഓഫ് എസ് ഗിവൺ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് എഫ് ഗിവൺ എഫ് ഇസ് ഈക്വൽസ് ടു 1. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നമുക്കറിയാലോ പി ഓഫ് ഇ ഗിവൺ എഫ് കണ്ടെത്താനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. എന്തായിരുന്നു പി ഓഫ് ഇ ഗിവൺ എഫ് കണ്ടെത്താനുള്ള ഫോർമുല? യെസ്, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ് അല്ലേ. യെസ്, അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്? പി ഓഫ് എസ് ഗിവൺ എഫ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ പി ഓഫ് എസ് ഗിവൺ എഫ് എന്താ വരുന്നുണ്ടായിരിക്കുക? പി ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. ശരിയല്ലേ? പി ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ്. എഫ് എന്ന് പറയുന്നത് ഇവന്റും എസ് സാമ്പിൾ സ്പേസും ആണ്. ഇവന്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരുമെങ്കിൽ എസ് ഇന്റർസെക്ഷൻ എഫ് എന്തിന് ഈക്വൽ ആയിരിക്കും? പി ഓഫ് എഫിന് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? യെസ്. ഇപ്പൊ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം ആൾക്കാരല്ലേ വന്നിരിക്കുന്നത്. ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ തന്നെ പി ഓഫ് എഫ് ഗിവൺ എഫ് അതും എന്തുതന്നെയായിരിക്കും? 1 ആയിരിക്കും അല്ലേ. പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. എന്താണ് പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത്? പി ഓഫ് എഫ് ആണ്. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ് which will be equals to 1. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതാണ് പ്രോപ്പർട്ടി നമ്പർ 1. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കി നോക്കാം. യെസ്, we have property number 2. property എന്താ പറയുന്നത്? if a and b are any two events of a sample space s. s ന്റെ രണ്ട് ഇവന്റ്സുകളാണ് എയും ബിയും. and f is an event of s such that p of f not is equals to 0, then p of a union b given f. എന്താണ്? p of a union b given f കണ്ടെത്താനുള്ള ഫോർമുല എന്താ? p of a given f plus p of b given f minus p of a intersection b given f. ഇനി ഒരു കേസ് കൂടി പറയുന്നുണ്ട്. എയും ബിയും ഡിസ്ജോയിന്റ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫോർമുല എന്തായിട്ട് മാറും? പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഇസ് ഈക്വൽസ് ടു പി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പി ഓഫ് ബി ഗിവൺ എഫ്. കണ്ടീഷൻ ഇതാണ്, എയും ബിയും എന്താണ്? ഡിസ്ജോയിന്റ്സുകളാണെങ്കിൽ. ക്ലിയർ ആയല്ലോ? യെസ്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രോപ്പർട്ടി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ട് വരും. അതേപോലെ പ്രോപ്പർട്ടി നമ്പർ 3 ഇതാണ്. പി ഓഫ് ഇ കോംപ്ലിമെന്റ് ഗിവൺ എഫ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പി ഓഫ് ഇ ഗിവൺ എഫ്. ഇപ്പൊ നമ്മൾ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽസ് ടു 1 മൈനസ് പി ഓഫ് എ നമ്മൾ പഠിച്ചിട്ടില്ലേ +1 കോൺസെപ്റ്റ്സുകളൊക്കെ. അപ്പൊ അത് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ ബേസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. പി ഓഫ് ഇ complement given f is equals to 1 minus p of e given f. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. എന്താ നമ്മൾ പഠിച്ചു? കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 പ്രോപ്പർട്ടീസുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്.
പി ഓഫ് എ നമുക്ക് 7/13 ആണെന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് ബി 9/13 ആണെന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 4/13 ആണ് തന്നിട്ടുണ്ട്. എന്താ കണ്ടെത്തേണ്ടത്? പി ഓഫ് എ ഗിവൺ ബി. യെസ്, ആസ് പെർ ഡെഫിനിഷൻ ഓഫ് ദി കണ്ടീഷണൽ പ്രോബബിലിറ്റി പി ഓഫ് എ ഗിവൺ ബി എങ്ങനെ നമുക്ക് എഴുതാം? എന്താണ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി അല്ലെ? ആസ് പെർ ദ കണ്ടീഷൻ ഓഫ് ദി കണ്ടീഷണൽ പ്രോബബിലിറ്റി പി ഓഫ് എ ഗിവൺ ബി കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി വിച്ച് ഇസ് ഈക്വൽസ് ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? എത്രയാണ്? 4/13. ഓക്കെ, ഡിവൈഡ് ബൈ പി ഓഫ് ബി എത്ര തന്നിരിക്കുന്നത്? 9/13. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽസ് ടു 4/13 into 13/9 which will be is equals to 13 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻസർ എന്താ വരിക? 4/9. സോ പി ഓഫ് എ ഗിവൺ ബി എത്രയാണ്? 4/9. യെസ്, ക്ലിയർ ആയല്ലോ? യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. We have question number 2. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? യെസ്, എ ഫാമിലി ഹാസ് 2 children. ഒരു ഫാമിലിയിൽ 2 കുട്ടികളുണ്ട് അല്ലെ? 2 children. What is the probability that both the children are boys? കണ്ടെത്തേണ്ടത് എന്താണ്? What is the probability that both the children are boys given that അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. അപ്പൊ ഗിവൺ ദാറ്റ് എന്ന് പറയുമ്പോൾ എന്താ? തന്നിരിക്കുന്ന കേസ് അല്ലെ? എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. അതിൽ ഒരു കുട്ടി എന്തായിരിക്കും? 2 കുട്ടികൾ, ഒരാൾ എന്തായിരിക്കണം? ബോയ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് പ്രകാരം, ക്വസ്റ്റ്യൻസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സാമ്പിൾ സ്പേസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ഫാമിലി ഹാസ് 2 children. What is the probability that both the children are boys given that at least one of them is a boy? അല്ലെ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം സാമ്പിൾ സ്പേസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. സാമ്പിൾ സ്പേസിൽ ആരൊക്കെ വരാം? 2 കുട്ടികളുടെ കാര്യങ്ങളാണ് പറയണം ഒരു ഫാമിലി അല്ലെ? ഇപ്പൊ 2 എന്താകാം? ബോയ് ആയിക്കൂടെ അല്ലെ? 2 എന്താകാം? ഗേൾ ആകാം. അതേപോലെ ആദ്യത്തെ കുട്ടി എന്തായിരിക്കാം? ബോയ്, ഗേൾ ആവാം. രണ്ടാമത്തെ കുട്ടിയോ ഗേൾ ആകാം. ആദ്യത്തെ കുട്ടി ഗേൾ ആകാം, രണ്ടാമത്തെ കുട്ടി എന്താവാം? ബോയ് ആവാം. 4 കേസസുകളാണ് വരുന്നുണ്ടായിരിക്കുക അല്ലെ? അപ്പൊ ഫാമിലി ഹാസ് 2 children. അപ്പൊ ബോയ് ബോയ് കോമ്പിനേഷൻ വരാം, ഗേൾ ഗേൾ കോമ്പിനേഷൻ വരാം. ആദ്യത്തെ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ചൈൽഡ് എന്തായിരിക്കാം? ബോയ് ആയിരിക്കാം. രണ്ടാമത്തെ ചൈൽഡ് എന്തായിരിക്കാം? ഗേൾ ആയിരിക്കാം. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞത് ആദ്യത്തെ ചൈൽഡ് ഗേൾ ആയിരിക്കാം, രണ്ടാമത്തെ ചൈൽഡ് എന്തായിരിക്കാം? ബോയ് ആയിരിക്കാം. ഓക്കെ, യെസ്. അപ്പൊ 4 സാമ്പിൾ പോയിന്റ്സുകളാണ് ഈ സാമ്പിൾ സ്പേസിൽ വരുന്നത് അല്ലെ? യെസ്. ഇനി നമുക്ക് 2 ഇവന്റ്സുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഈ എന്ന് പറയുന്ന ഇവന്റ് എന്താണ് കണ്ടെത്തേണ്ടത്? എന്താണ്? what is the probability that both the children are boys? അപ്പോൾ ഇവന്റ് ഓഫ് എന്താണ്? both the children are boys. ഇനി രണ്ടാമത്തെ ഈ എഫ് എന്ന് പറഞ്ഞ ഇവന്റ് അല്ലെ? എന്താണ് ഓൾറെഡി ഒക്കേർഡ് എന്ന് പറയുന്നത്? ഗിവൺ ദാറ്റ് കണ്ടീഷൻ എന്താ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. ഇവന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷൻസ് നമുക്ക് നോക്കി നോക്കാം. ഇ എന്ന് പറയുന്ന ഇവന്റ് അല്ലെ? ഇ എന്ന് പറയുന്ന ഇവന്റിൽ ആരൊക്കെ വരുന്നുണ്ടായിരിക്കും? both the children are boys എന്നാ പറയുന്നത്. അപ്പൊ ഏത് കാറ്റഗറി മാത്രമേ വരുള്ളൂ? BB എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാത്രമേ വരുള്ളൂ അല്ലെ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ എന്താ വരുന്നുണ്ടായിരിക്കുക? 1/4. ക്ലിയർ അല്ലേ? ഒറ്റ കാറ്റഗറിയാണ് വരുന്നുണ്ടായിരിക്കുക. എത്ര പേരില്ല? 4 കേസസുകളിൽ അല്ലേ? യെസ്. അതേപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞ ഇവന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. ഒരു കുട്ടിയെങ്കിലും ആൺകുട്ടി ആയിരിക്കണം, ബോയ് ആയിരിക്കണം. അപ്പൊ ഏതൊക്കെ കേസസുകൾ വരാം? BB 2 കുട്ടികളും ബോയ്സ് ആയിക്കൂടെ അല്ലെ? അതേപോലെ ബോയ് ഗേൾ, ഗേൾ ബോയ്.
3 കേസുകൾ വരുന്നുണ്ടായിരിക്കും ഔട്ട് ഓഫ് 4, 3/4. ഓക്കെ, യെസ്. ദെൻ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്താ വരുന്നുണ്ടായിരിക്കുക? രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നത് ആരാ എന്ന് പറഞ്ഞേ? രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നത് ആരാണ്? യെസ്, ബി ബി എന്ന് പറഞ്ഞൊരു കേസാണ് കോമൺ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 1/4. യെസ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദ ചിൽഡ്രൻസ് ബോയ്സ് ഗിവൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് എ ബോയ്. സോ പി ഓഫ് ഇ ഗിവൺ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. ഇന്റർസെക്ഷൻ എഫ് എത്ര കിട്ടിയേ? 1/4 ബൈ പി ഓഫ് എഫ് എത്ര കിട്ടുന്നുണ്ടായിരിക്കുക? 3/4 ഇസ് ഈക്വൽസ് ടു എന്താ വരുന്നുണ്ടായിരിക്കുക? 1/4 into 4/3. ആൻസർ ഈസ് 1/3. യെസ്, 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? 1/3 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡെഫിനീഷൻസും പ്രോബ്ലംസ് നമ്മൾ കൂടുതലായിട്ട് സോൾവ് ചെയ്യുമ്പോൾ ഡെഫിനീഷൻ എന്താണെന്ന് കറക്റ്റായി നമുക്ക് മനസ്സിലാവും അല്ലേ? യെസ്. ഇനി വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ് 10 കാർഡ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 10 കാർഡ്സ് നമ്പേർഡ് 1 to 10. 1 തൊട്ട് 10 വരെയാണ് കാർഡ്സുകൾ നമ്പറിങ് ചെയ്തേക്കുന്നത്. ആൻഡ് പ്ലേസ്ഡ് ഇൻ എ ബോക്സ് ആൻഡ് മിക്സ്ഡ് അപ്പ് അല്ലേ? ആ 10 വരെ കാർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യാണ്. ദെൻ വൺ ഓഫ് ദ കാർഡ് ഈസ് ഡ്രോൺ റാൻഡംലി. അതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുകയാണ്. ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ നമ്പർ ഓൺ ദ ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3, what is the probability that it is an even number? Okay, yes. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ നോക്കി നോക്കാം. 1 മുതൽ 10 വരെ നമ്പർ ചെയ്തിരിക്കുന്ന കാർഡ്സുകളാണ് അല്ലേ? യെസ്. ഓക്കെ, അതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. ഒരു കാർഡ് റാൻഡം ആയിട്ട് ഡ്രോ ചെയ്യുന്നു പറഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് നമ്പർ ഓൺ ദ കാർഡ് ഈസ് മോർ ദാൻ 3, അത് അറിയുന്ന കേസാണ് അല്ലേ? ഗിവൺ ദാറ്റ് കണ്ടീഷൻ ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈസ് എ ഈവൺ നമ്പർ? ഈവൺ നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇ എന്ന് പറഞ്ഞ ഇവന്റ് നമുക്ക് കണ്ടെത്താനുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈവൺ നമ്പർ? അപ്പൊ നമ്പർ ഈസ് ആൻ ഈവൺ. എഫ് എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ് പറഞ്ഞത്? എഫ് എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ്? നമ്പർ ഓൺ ദ ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. മോർ ദാൻ 3. ഓക്കെ, അപ്പൊ നമ്പർ ഈവൺ ആവാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സുകൾ വരിക? 2, 4, 6, 8, 10. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് നമ്പർ ഓൺ ദ കാർഡ് മോർ ദാൻ 3 ആകണം. അപ്പോൾ ആരൊക്കെ വരുന്നുണ്ടായിരിക്കും? 4, 5, 6, 7, 8, 9, 10. യെസ്. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ എഫിൽ ആരൊക്കെ വരുന്നുണ്ടായിരിക്കും? കോമൺ ആയിട്ട് വരുന്നതിൽ 4 വരുന്നുണ്ടാവും, 6 വരുന്നുണ്ടാവും, 8 വരുന്നുണ്ടാവും അല്ലേ? യെസ്. 8ഉം 10ഉം വരുന്നുണ്ടായിരിക്കും. ശരിയല്ലേ? യെസ്. 4, 6, 8, 10. അപ്പോൾ നമുക്ക് ഓരോ ഇവൻസിൻ്റെയും നമുക്ക് പ്രോബബിലിറ്റി നമുക്ക് കണ്ടെത്താം. ഓക്കെ, യെസ്. പി ഓഫ് ഇ 1, 2, 3, 4, 5. 5/10. 1/2. പി ഓഫ് എഫ് എന്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക? 1, 2, 3, 4, 5, 6, 7. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്താ കിട്ടുക? 1, 2, 3, 4 ഔട്ട് ഓഫ് 10. സോ 3/10. നമുക്ക് കണ്ടെത്തേണ്ടത് പി ഓഫ് ഇ ഗിവൺ എഫ് മീൻസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്ര നമുക്ക് കിട്ടിയത്? 3/10 ബൈ 7/10 is equals to 3/10 into 10/7
ഈസ് ഈക്വൽസ് ടു 3/7. 3/7 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇൻ എ സ്കൂൾ ദർ ആർ 1000 സ്റ്റുഡൻസ്. ഒരു സ്കൂളിൽ 1000 കുട്ടികളാണ് പഠിക്കുന്നത് അല്ലേ? ഔട്ട് ഓഫ് വിച്ച് 430 ആർ ഗേൾസ്. 430 കുട്ടികൾ എത്രയാണ്? ഗേൾസ്, പെൺകുട്ടികളാണ്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഔട്ട് ഓഫ് 430 ആ 430 പേരിൽ 10% ഓഫ് ദ ഗേൾസ് സ്റ്റഡി ഇൻ ക്ലാസ് +2 അല്ലേ? 10% ഗേൾസ് എത്രയാണ്? ക്ലാസ് +2 പഠിക്കുന്നത്. 430യുടെ 10%. സോ ഇറ്റ് വിൽ ബി 43. ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ 43 സ്റ്റുഡൻസ് എവിടെയായിരിക്കും? ക്ലാസ് +2 പഠിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ് ചോസൺ റാൻഡംലി studies in class +2 given that the chosen student is a girl? ഓക്കെ, അപ്പോൾ ഈ എന്ന് പറയുന്ന ഇവന്റ് എന്താ? കണ്ടെത്തേണ്ടതാണ് അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡന്റ് ചോസൺ റാൻഡംലി സ്റ്റഡീസ് ഇൻ ക്ലാസ് +2? സ്റ്റുഡന്റ് ചോസൺ റാൻഡംലി ഇൻ ക്ലാസ് +2. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പം അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? +2 430 സ്റ്റുഡൻസിന്റെ 10% എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 43/1000 0.043. ക്ലിയർ അല്ലേ? യെസ്. ഇനി എഫ് എന്ന് പറഞ്ഞ ഇവന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുത്ത്? എഫ് എന്ന് പറഞ്ഞ ഇവന്റ്, what is the probability that the student chosen randomly studies in class +2 given that the chosen student is a girl? Yes. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ 430 ആണ് നമുക്കുള്ളത് അല്ലേ? സോ 430/1000 0.430. ഓക്കെ, യെസ്. ഇനി പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്രയായിരിക്കും? ഇ എന്ന് പറഞ്ഞ ഇവന്റ് സ്റ്റുഡന്റ് ചോസൺ റാൻഡംലി ഇൻ ക്ലാസ് +2. എഫ് എന്ന് പറയുന്നത് ചോസൺ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗേൾ ആകണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ ചോസൺ സ്റ്റുഡന്റ് ഗേൾ ആകണം. അത് 430 സ്റ്റുഡൻസ് ആ ഉള്ളത് അല്ലെ? അപ്പൊ അതിലെ ക്ലാസ് +2 പഠിക്കുന്ന എത്രയാണ് പറയുന്നത്? 43 ആണ് പറഞ്ഞത്. അപ്പൊ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡന്റ് ചോസൺ റാൻഡംലി സ്റ്റഡീസ് ഇൻ ക്ലാസ് +2 given that the chosen student is a girl? അപ്പൊ എന്തെന്നെയായിരിക്കും പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത്? 43/1000 അല്ലേ? ക്ലാസ് +2 ആയിരിക്കണം, അതേപോലെ തന്നെ അത് ഗേൾ ആകുകയും വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വരുന്നുണ്ടായിരിക്കുക? 43 വരുന്നുണ്ടായിരിക്കുക. അപ്പൊ തന്നെയായിരിക്കും 0.043 തന്നെയായിരിക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ ഗിവൺ എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് ഈസ് ഈക്വൽസ് ടു 0.043/0.43 which is equals to 0.1. ക്ലിയർ ആയല്ലോ? യെസ്. ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ എല്ലാം കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. പി ഓഫ് ഇ എന്ന് പറഞ്ഞ ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എഫ് ഹാസ് ഓൾറെഡി ഒക്കേർഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ ഗിവൺ എഫ് എന്താണ്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. ഇയും എഫും എന്താണ്? ദ ഇവന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ റാൻഡം എക്സ്പെരിമെന്റ് ആൻഡ് ഹാവിംഗ് എ സാമ്പിൾ സ്പേസ് എസ്. We have another question. A die is thrown twice. A die is thrown twice and the sum of the numbers appearing is observed to be 6. What is the conditional probability that the number 4 has appeared at least once? ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുന്നത് 2 തവണയാണ് ത്രോ ചെയ്യുന്നത് അല്ലേ? ഒരു ഡൈ ത്രോ ചെയ്യുന്നത് എത്ര തവണയാണ്? 2 തവണയാണ് നമ്മൾ ത്രോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ
സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും? സാമ്പിൾ പോയിന്റ്സുകൾ 6 സ്ക്വയർ, ദാറ്റ് ഈസ് 36. ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്. ഇനി സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ് ടു ബി 6. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇയും എഫും 2 ഇവൻസുകൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഗിവൺ കണ്ടീഷൻ ആണ് അല്ലേ? ഒബ്സർവ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 6 ആണെന്ന് പറഞ്ഞു നമ്പർ, സം ഓഫ് ദ നമ്പേഴ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആരൊക്കെ വരുന്നുണ്ടായിരിക്കും? 1 5. ക്ലിയർ അല്ലേ? ദെൻ 5 1, 2 4, അടുത്തതോ 4 2. തിരിച്ചു എഴുതിക്കൂടെ അല്ലേ? 3 3. 1 5 എടുത്തു, 2 4 എടുത്തു, 3 3, 4 2, 5 1. സം എത്രയായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? 6 ആയിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ 2 നമ്പേഴ്സുകളുടെ അല്ലേ? ഡൈസ് 2 തവണ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സുകളുടെ സം എന്തായിരിക്കണം? 6 ആയിരിക്കണം. 1 2 3 4 5. സോ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്തായിരിക്കണം? 5/36. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ തന്നെ ഇ എന്ന് പറഞ്ഞ ഇവന്റ് നമ്മൾ കണ്ടെത്തേണ്ടതാണ് അല്ലേ? എന്താ കണ്ടെത്തേണ്ടത്? The numbers appearing is observed to be 6. What is the conditional probability that the number 4 has appeared at least once? അപ്പം എങ്ങനെ വരാം? 1 4, yes, 2 4, 3 4, 5 4, അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു തവണയെങ്കിലും 4 എന്ന് പറഞ്ഞ നമ്പർ കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 6 4 4 4 ഉണ്ട് അല്ലേ? യെസ്, 4 4 മിസ്സിംഗ് ആണ്. 4 4 എഴുതിയിട്ടുണ്ട്. അടുത്തത് എങ്ങനെ വരാം? 4 1, 4 2, അടുത്തത് 4 3, അടുത്തത് 4 5, then 4 6. 1 2 3 4 5 6 7 8 9 10 11 കേസസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പി ഓഫ് ഇ 11/36. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്രയായിരിക്കും? ഇയിലും എഫിലും കോമൺ ആയിട്ട് വരുന്നത് അല്ലേ? യെസ്. ആരൊക്കെയാണ് ഇയിലും എഫിലും കോമൺ ആയിട്ട് വരുന്നത്? നമുക്ക് നോക്കി നോക്കാം. യെസ്. ദെൻ 1 4 ഇല്ല, 2 4 ഉണ്ട് അല്ലേ? അടുത്തത് 3 4 ഇല്ല, 5 4 ഇല്ല, 6 4 ഇല്ല, 4 2. യെസ്, ഇവിടെ ഉണ്ട് അല്ലേ? 4 2. ഇനി 3 3 വരുന്നുണ്ടായിരിക്കുമോ? ഇല്ല. 5 1 1 5 വരുന്നുണ്ടായിരിക്കുമോ? ഇല്ല. അപ്പോൾ 2 കേസസുകൾ അവരുണ്ടായിരിക്കുക. സോ 2/36. ക്ലിയർ അല്ലേ? 2/36. അപ്പോൾ പി ഓഫ് ഇ ഗിവൺ എഫ് എന്തായിരിക്കും? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ എന്താണ്? പി ഓഫ് എഫ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെഫിനേഷൻ എഴുതി. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്ര കിട്ടി? 2/36. പി ഓഫ് എഫ് എത്രയാണ് കിട്ടിയത്? 5/36, which is equals to 2/36 into 36/5 is equals to 2/5. Yes. Clear ആയല്ലോ? യെസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോബബിലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും അതുമായി സംബന്ധിച്ച ക്വസ്റ്റ്യൻസുകളാണ്. ഷുവറായിട്ട് നമുക്ക് ഈ ഭാഗത്തുനിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റായി നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.